വിവാഹവേദിയിൽ സിബിന്റെ കണ്ണ് നനയിച്ചു ആര്യയുടെ മകൾ ഖുഷി. ഖുഷിയുടെ വാക്കുകൾ ഇങ്ങനെ: രണ്ടാം വിവാഹം എന്ന് പറയുന്നത് ഒരു തെറ്റല്ല. പക്ഷേ രണ്ടാം വിവാഹം കഴിയുമ്പോൾ ആദ്യ വിവാഹത്തിലെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നത് കേട്ടാണ് പ്രേക്ഷകർക്ക് രണ്ടാം വിവാഹം എന്ന് പറയുന്നത് ഇഷ്ടമല്ലാതെയായി മാറിയത്. കാവ്യയുടെയും ദിലീപിന്റെയും രണ്ടാം വിവാഹത്തിൽ പോലും വിമർശനങ്ങൾ വന്നിരുന്നു. എന്നിരുന്നാലും അധികം വിമർശനങ്ങൾ വരാതെ പോയത് മീനാക്ഷിയുടെ മുഖത്തെ ആ ചിരി തന്നെയാണ്. ഇപ്പോഴും അവരെ പ്രേക്ഷകർ കൂടുതൽ സ്നേഹിക്കാൻ കാരണമായതും മീനാക്ഷിയെയും മഹാലക്ഷ്മിയെയും കാവ്യയും ദിലീപും ഒരുപോലെ കണ്ടുപോകുന്നത് കൊണ്ട് തന്നെയാണ്. ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം ആര്യയുടെ വിവാഹം കഴിഞ്ഞപ്പോഴും പ്രേക്ഷകർ അധികം വിമർശനങ്ങളിലേക്ക് പോകാതെ സന്തോഷമായി വിവാഹാശംസകൾ നേർന്നതിന് കാരണവും ഖുഷിയുടെ മുഖത്തെ ആ ചിരി തന്നെയാണ്. വിവാഹം നിശ്ചയം മുതൽ അമ്മയെ കൈപിടിച്ച വിവാഹ പന്തലിൽ കൊണ്ടുവന്നതുവരെ ഖുഷിയുടെ മുഖത്തെ ആ സന്തോഷത്തിന് യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല. അത് സിബിന്റെ മാത്രം കഴിവാണ്. ഇപ്പോഴിതാ ഖുഷി സിബിനെ കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങൾ വളരെയധികം വിഷമിപ്പിച്ചിരിക്കുകയാണ് സിബിനെ. വളരെ പെട്ടെന്ന് ഞാനും അമ്മയും മാത്രമുണ്ടായിരുന്ന ലോകത്തേക്ക് ഡാഡി കടന്നു വന്നു. ആദ്യം അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ടായി, അവിടെ നിന്ന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായി മാറാൻ ഡാഡിക്ക് അധികം സമയമെടുത്തില്ല. ഡാഡിയുടെ സ്നേഹം എനിക്ക് നന്നായി കിട്ടിത്തുടങ്ങി. അപ്പോഴേക്കും ഞാൻ എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചു, ഇത് തന്നെയാണ് എൻ്റെ ഡാഡി. ഞാൻ അത്രയും സ്നേഹത്തോടെ ഡാഡീസില്ല എന്ന് വിളിക്കും. അത്രമാത്രം ഇഷ്ടമാണ് എനിക്ക് കണ്ട നാൾ മുതൽ. അങ്ങനെ തന്നെയാണ് എനിക്ക് എപ്പോഴും. ആദ്യം അമ്മയുടെ ഫ്രണ്ടായി, പിന്നെ അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ടായി, പിന്നീട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായി. അതുകൊണ്ട് തന്നെ എനിക്ക് ഒട്ടും ബുദ്ധിമുട്ടുണ്ടായില്ല. എൻ്റെയും അമ്മയുടെയും ലോകത്തേക്ക് കടന്നു വന്നത് വളരെ എളുപ്പത്തിലാണെന്ന് ഞാൻ പറയും. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ ഡാഡിയെ എന്നാണ് ഖുഷി കുറിച്ചത്. ഒരുപക്ഷെ ഇതൊക്കെ തന്നെ രോഹിത് കേൾക്കണമായിരുന്നു. രോഹിത്തിന് അർഹതപ്പെട്ട ഒന്ന് തന്നെയായിരുന്നു ഇത്. അവർ തമ്മിൽ ഒരുമിച്ച് താമസിച്ചിരുന്നുവെങ്കിൽ, ഇപ്പോഴും ഒരുമിച്ച് ജീവിച്ചിരുന്നുവെങ്കിൽ രോഹിത്തിനെ കുറിച്ചായേനെ ഖുഷി ഇതെല്ലാം പറയുന്നത്. ഇപ്പോഴും രോഹിത്തിന്റെ കുടുംബവുമായി വളരെയധികം അടുപ്പത്തിൽ തന്നെയാണ് ഖുഷി. എന്തൊക്കെ പറഞ്ഞാലും അച്ഛനാണ് രോഹിത്. അതുകൊണ്ട് തന്നെ ആര്യ ഒരിക്കലും ഖുഷിയെ അച്ഛനിൽ നിന്നും വേർപിരിക്കാൻ ശ്രമിച്ചിട്ടില്ല. ആര്യയുടെയും സിബിന്റെയും വിവാഹം വിശേഷങ്ങൾ ഇപ്പോഴും സോഷ്യൽ മീഡിയ നിറയുകയാണ്. ഇതെല്ലാം ഇരുകൈ നീട്ടി തന്നെയാണ് എല്ലാ പ്രേക്ഷകരും ഏറ്റെടുക്കുന്നത്.